നെക്സ്റ്റ് നമ്മൾ പഠിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ KTൻ്റെ മോഡൽ ക്വസ്റ്റ്യനിനകത്തുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. സോ കുറച്ചും കൂടെ നേരത്തെ ക്വസ്റ്റ്യനേക്കാളും കുറച്ചും കൂടെ സ്റ്റെപ്സ് ഇതിനകത്ത് കൂടുതലായി. കാരണം ഇതിൽ ഡെപ്ത് ഓഫ് ദി ബീം ഷുഡ് നോട്ട് എക്സീഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ എടുക്കാൻ പറ്റത്തില്ല. നമ്മളെടുത്ത സെക്ഷനിൽ നമ്മുടെ ഡെപ്ത് ഓഫ് ദി ആ ഐ സെക്ഷൻ്റെ 500 mm കൂടാൻ പാടില്ല. So the question is, a design is simply supported beam of 10 meter effective span carrying a total factored load of 60 kN/m. So question തന്നെ ഇവിടെ factored load, സർവീസ് ലോഡ് factored load തന്നുകൊണ്ട് നമുക്ക് ആ 1.5 എന്ന് പറയുന്ന ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തന്നെ factored load എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്നത്. സോ അപ്പം അതിൻ്റെ ആവശ്യം വരത്തില്ല നമുക്ക്. And here the depth of beam should not exceed 500. So അതിൻ്റെ ലിമിറ്റേഷൻ പറയുന്നുണ്ട്. The compression flange of the beam is laterally supported by floor construction. So ഇത് laterally restrained or laterally supported ആയിട്ടുള്ള കണ്ടീഷൻ ആണ്, സിമിലർ ടു ദ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ. പിന്നെ ഒരു സ്റ്റിഫ് ബെയറിംഗ് ഓഫ് 75 above എന്ന് പറയും. നമ്മൾ ചെക്ക് ഫോർ വെബ് ബെയറിംഗിൻ്റെ കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തില്ലായിരുന്നു. സോ നമ്മൾ ഈ പ്രോബ്ലത്തിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റും. സോ നമുക്കിവിടെ ഗ്രേഡ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഗ്രേഡ് FE4 ഗ്രേഡ് സ്റ്റീൽ നമ്മൾ അസ്യൂം ചെയ്യും, അത് E250 ഗ്രേഡ് സ്റ്റീൽ അസ്യൂം ചെയ്യും. സോ നമുക്കറിയാം, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് FY എന്ന് പറയുന്നത് 250 MPa അത് തന്നെയായിരിക്കും നമ്മളുടെ FYW എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലേറ്റർ നമ്മൾ ഈ ഡിസൈൻ ചെക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ FYW എന്ന് പറഞ്ഞാൽ ഈൽഡ് സ്ട്രെങ്ത് ആണ് സിഗ്നിഫൈ ചെയ്യുന്നത്. കോഡിൽ നോക്കുമ്പോൾ ഡീറ്റെയിൽ മനസ്സിലാവും. ആൻഡ് വി നോ ദാറ്റ് പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ ലിമിറ്റ്സ്റ്റേൺ മെത്തേഡ് ഫോർ ദി ഈൽഡ് സ്ട്രെസ് എന്ന് പറയുന്നത് 1.1 ആണ്. സോ ആ 1.1 നമ്മൾ എഴുതിയിട്ടുണ്ട്. സോ ഹിയർ ക്വസ്റ്റ്യൻ തന്നെ തന്നിട്ടുണ്ട് ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നത് 60 kN/m അത് എഴുതുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നോർമലി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം ഈ ലോഡ് കാരണം ആ ബീമിൽ ഡെവലപ്പ് ചെയ്യുന്ന ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ്. സോ അതിനാണ് നമ്മൾ ആ ലോഡിന് ആ ഷിയർ ഫോഴ്സിനെയും ബെൻഡിങ് മൊമെന്റും ഇന്റേണൽ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു സെക്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ അത്യാവശ്യമായിട്ടുള്ള ഡിസൈൻ ക്രൈറ്റീരിയ ചെക്സ് ആസ് പെർ IS 800 നടക്കും. സോ അതാണ് ഹോൾ ഡിസൈൻ എന്ന് പറയുന്നത് ചെയ്യുന്നത്. സോ ഫസ്റ്റ് എന്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സിംപ്ലി സപ്പോർട്ടഡ് കേസ് തന്നുകൊണ്ട് അതിൻ്റെ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് കേസ് ആകുമ്പോൾ WL²/8 ആണ് നമുക്ക് അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ. W എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടേർഡ് ലോഡ്, L എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാന് 8. സോ ഇൻ കേസ് ഓഫ് അൺസപ്പോർട്ടഡ് ലെന്ത് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് സ്പാൻ അല്ലാതെ കണ്ടുപിടിക്കേണ്ടി വരും. അൺസപ്പോർട്ടഡ് ലെന്ത് തന്നിരുന്നാൽ എൻഡ് ബിയറിങ്ങിൻ്റെ വിഡ്ത്ത് തന്നിരിക്കും. അതായത് അത് റെസ്റ്റ് ചെയ്യുന്ന വോൾസിൻ്റെയോ അല്ലെങ്കിൽ പ്ലേറ്റിൻ്റെയോ വിഡ്ത്ത് തന്നിരിക്കും. സോ നമുക്ക് അപ്പോൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് എഫക്റ്റീവ് ലെന്ത് എന്നുള്ളത്. സോ ഈ L എന്ന് പറയുന്നത് L എഫക്റ്റീവ് ആണ്. സോ ഹിയർ W 60 kN/m ആണ്. മൊമെൻറ്റ് എന്തായിരിക്കും? ബെൻഡിങ് മൊമെൻറ്റ് is developed due to the external load എന്ന് പറയുന്നത് 60, which is the factored load per മീറ്ററിൽ തന്നിരിക്കുന്നത്. ടോട്ടൽ ഫാക്ടേർഡ് ലോഡ് എന്ന് പറയുന്നത് പെർ മീറ്ററിൽ തന്നിരുന്നാൽ അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് UDL എന്ന് പറഞ്ഞാൽ പെർ മീറ്റർ ലെന്തിലുള്ള UDL ആണ്. സോ ഇൻ കേസ് ഓഫ് 60 kN തന്നിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ടോട്ടൽ UDL ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 60 × 10² ഡിവൈഡ് ബൈ 750 kN. ഒരു ഹെവി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഷിയർ ഫോഴ്സ് സിംപ്ലി സപ്പോർട്ട് കേസ് അറിയാം, WL/2 ആണെന്ന് അറിയാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 300 kN എന്ന് കിട്ടി. സോ നെക്സ്റ്റ് നമുക്കറിയാം എന്താണ് ZPZ കണ്ടുപിടിക്കുക. അതായത് നമുക്ക് ട്രയൽ പ്ലാസ്റ്റിക് ഒരു സെക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് നമുക്കറിയാം, അതായത് മാക്സിമം സെക്ഷൻ മോഡൽസ് ആയിരിക്കും, ഇലാസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും കൂടെ റിസർവ് സ്ട്രെങ്ത് ഉള്ള ഒരു സെക്ഷൻ മോഡൽസ് ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽസ് ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. M×Γ_M0/FI എന്നായിരിക്കും. സോ മൊമെന്റ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 750 kN, 10⁻⁶ വെച്ചിട്ട് Nm കൺവേർട്ട് ചെയ്യും. Γ_M0 1.1 ആണ്. ആൻഡ് ഈൽഡ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ എന്ന് പറയുന്നത് 250 ആണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. സെക്ഷൻ മോഡുലസ് റിക്വയർഡ്, അതായത് ഇത്രയും സെക്ഷൻ മോഡുലസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ 750 kN എന്ന് പറഞ്ഞ ബെൻഡിങ് മൊമെന്റ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത്രയെങ്കിലും. സോ നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ഇതിനേക്കാളും കൂടുതലായിട്ടുള്ള സെക്ഷൻ മോഡുലസ് ഉള്ള സെക്ഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ദ ഡെപ്ത് ഓഫ് ബീം ഷുഡ് നോട്ട് എക്സീഡ് 500 എന്ന് പറയുന്നുണ്ട്. അതായത് 500 mm കൂടാൻ പാടില്ല എന്നുള്ളത്. സോ അപ്പം അനക്സറിൽ ഈ സെക്ഷൻ വരുന്ന ഏരിയ വരുന്ന സെക്ഷൻ ചിലപ്പോൾ 500 above ആണെങ്കിൽ എന്നുള്ളൊരു ഇത് വരും. കാരണം 500 above ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അതെടുക്കാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഡെപ്ത് ഓഫ് സെക്ഷൻ ലിമിറ്റേഷൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ഇൻ കേസ് ഓഫ് ആർക്കിടെക്ചർ ലിമിറ്റേഷൻസോ എന്തെങ്കിലും പോലും ആ ലിമിറ്റേഷൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ബിൽട്ടപ്പ് സെക്ഷനിലോട്ട് പോകേണ്ടി വരും. അതായത് കവർ പ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ റിക്വയർഡ് സെക്ഷൻ മോഡുലസ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തത്. സോ ഹിയർ നമ്മൾ അനക്സർ Hലോട്ട് പോയിട്ട് ഈ
3300 into 10⁻³ mm³ അല്ലെങ്കിൽ 3300 cm³ ഉള്ള ഒരു സെക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. സോ നമ്മൾ അനക്സർ എച്ച് ഓഫ് IS 800/2000 പോകുമ്പോൾ നമുക്കറിയാം 3300 എബോവ് ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂസ്. സോ 3300 എബോവ് ആയിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ വാല്യൂസ് കണ്ടില്ലേ, ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം IS MB 600 എബോവ് ആണ് വരുന്നത്. കാരണം കണ്ടോ 3500 3000 യൂഷ്വലി 3900 ആയിരുന്നു ഉള്ളൊരു സെക്ഷൻ ആയിരുന്നു നമ്മൾ IS WB 600. അത് ഹെവിയർ ലോഡ് വരുന്നൊരു വൈഡ് ആംഗിൾ ബീംസ് ആണ് സെലക്ട് ചെയ്യേണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻ നമുക്ക് ആൾറെഡി പറയുന്നുണ്ട്. അതായത് നമ്മുടെ സെക്ഷൻ്റെ ഡെപ്ത് 500 കൂടാൻ പാടില്ല എന്നൊരു ലിമിറ്റ്. അപ്പോൾ നമുക്ക് ഒരിക്കലും 500 സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. 450 ഉള്ള ഏതെങ്കിലും 450 താഴെ സെക്ഷനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് IS MB 450 നമുക്ക് സെലക്ട് ചെയ്യാം. സോ IS MB 450 സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ റിക്വയർമെൻ്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസും ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസും നമ്മളിവിടെ എഴുതണം. ഇതിൻ്റെ സേഫ് ഫാക്ടർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് പ്ലാസ്റ്റിക് ബൈ ഇലാസ്റ്റിക്. ഇപ്പം നമ്മൾ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനിൽ ഒരു βB എന്ന് പറയുന്നത് ഷേപ്പ് ഫാക്ടറാണ്. βB 1 ആയിട്ടുള്ളത് പ്ലാസ്റ്റിക്കും കോമ്പാക്ട് സെക്ഷനും. അപ്പോൾ എല്ലാ സെക്ഷനും നമ്മൾ എന്തെങ്കിലും ജസ്റ്റ് അതിൻ്റെ റേഷ്യോ എടുത്താൽ മതിയായിരിക്കും. അതിൻ്റെ ബേസിസിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്തു, IS MB 450 സെലക്ട് ചെയ്തു. സോ സിൻസ് നമ്മൾ പറഞ്ഞു കണക്ക് ഇവിടെ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് ഡെപ്ത് എക്സീഡ് ഉണ്ട്, നമ്മൾ അനക്സർ ചെയ്യുന്ന IS MB 450 സെലക്ട് ചെയ്തു. ആൻഡ് സ്യൂട്ടബിൾ കാർ ഫ്ലൈറ്റ് ഓവർ ദ ഫ്ലാഞ്ചസ് ഫോർ ബാലൻസിങ് ദ റിമൈനിങ് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ്. അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ് എന്താണ് 3300 പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ഉള്ള ഒരു എഫക്റ്റീവ് സെക്ഷൻ വേണമെന്നാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ എടുത്ത സെക്ഷൻ്റെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് വെറും 1553.4 into 10⁻³ mm³ മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യും, കവർ പ്ലേറ്റ്സ് ആണ്. അപ്പോൾ അതിനാണ് നമ്മൾ കോമ്പൗണ്ട് സെക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ടൈപ്പ് ഓഫ് സെക്ഷനിൽ. അപ്പോൾ അതിനകത്തൊരു കവർ പ്ലേറ്റ്സ് ആണ് യൂഷ്വലി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന പ്രാക്ടീസ്. അപ്പോൾ സെക്ഷൻ മോഡുലസ് വിച്ച് ഇസ് റിക്വയർഡ് ബൈ പ്ലേറ്റ്സ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഡിഫറൻസ് വരുന്ന വാല്യൂസ് ഓഫ് സെക്ഷൻ മോഡുലസ് ആയിരിക്കണം ആ പ്ലേറ്റ് എടുക്കേണ്ടിരിക്കുന്നത്. അപ്പം സെക്ഷൻ മോഡുലസ് വിച്ച് ഷുഡ് ബി ക്യാരിഡ് ബൈ ദ പ്ലേറ്റ്സ് നോർമൽ പ്ലേറ്റ്സ് ആണ്. അതെന്ന് വെച്ചാൽ the ZP is required which is this value minus the ZPS of IS MB 450. അപ്പം 1740 mm³ ആയിരിക്കണം ആ പ്ലേറ്റ്സ് എടുക്കേണ്ട സെക്ഷൻ മോഡുലസ്. So we will first write the properties of IS MB from SP6 or the Steels table. അപ്പോൾ നമുക്കറിയാം height of the section, width of the flange, TF എന്ന് വെച്ചാൽ thickness of the flange, TW is the thickness of the web. Then we require radius of root R1, moment of inertia IZ, അതായത് maximum moment of inertia, plastic section modulus and elastic section modulus from annexer ചെയ്ത് എഴുതിയിരിക്കണം. കാരണം ഇനിയുള്ള കാൽക്കുലേഷൻ ഇത്രയും ഡേറ്റാസ് വേണം. സോ IS MB 450 എന്ന് പറയുന്നത് നോട്ട് ചെയ്യണം. അതിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് അതായത് ടോട്ടൽ ഡെപ്ത് 450 തന്നെയായിരിക്കും. സോ നൗ നമ്മളറിയാം കവർ പ്ലേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സെക്ഷൻ മോഡുലസ് റിക്വയർഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കവർ പ്ലേറ്റിൻ്റെ ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ ബൈ അസ്യൂമിങ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ഫ്ലാഞ്ച് ഈക്വൽ ടു ദ ഡെപ്ത് ഓഫ് I സെക്ഷൻ. അതായത് നമ്മളിപ്പോൾ കവർ പ്ലേറ്റ് വെക്കുന്നത് രണ്ടും ഒരേ ഡിസ്റ്റൻസിലാണ് അല്ലേ. ഇപ്പം നമ്മുടെ I സെക്ഷൻ ഇതാണ്, അതിൻ്റെ ടോപ്പിലാണ് നമ്മൾ കവർ പ്ലേറ്റ് വെക്കുന്നത്, ബോത്ത് സൈഡ്സ് അല്ലേ. I സെക്ഷൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ഒരു പ്ലെയിനിലാണ്. അപ്പോൾ അതേ പ്ലെയിനിൽ തന്നെയാണ് നമ്മുടെ കവർ പ്ലേറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്നുള്ളതാണ്. കാരണം എന്നാൽ മാത്രമേ ഇത് ഒറ്റ യൂണിറ്റ് ആയിട്ട് ആക്ട് ചെയ്യത്തുള്ളൂ. സോ ദ ഏരിയ ഓഫ് ദി പ്ലേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ സെക്ഷൻ മോഡുലസ് ഡിവൈഡ് ബൈ ദ എഫക്റ്റീവ് ഡെപ്ത് ഓഫ് ദി I സെക്ഷൻ ആയിരിക്കും. അപ്പോൾ അതായിരിക്കും ഏരിയ ഓഫ് ദി പ്ലേറ്റ്. കാരണം നമ്മുടെ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൻ്റെ യൂണിറ്റ് എന്ന് വെച്ചാൽ mm³ ആണ്. ഡിവൈഡ് ബൈ ടോട്ടൽ എഫക്റ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് യൂഷ്വലി mm² വിച്ച് ഈസ് ഈക്വൽ ടു ദി the area of the plate. So അങ്ങനെ നമുക്ക് ടോട്ടൽ ഏരിയ ഓഫ് ദി പ്ലേറ്റ് റിക്വയർഡ് നമുക്ക് കിട്ടും അല്ലേ, 3880.66 mm² എന്ന് പറയുന്നത്. Now we have to assume the width of the flange. എന്തായാലും നമ്മുടെ width of the ഫ്ലാഞ്ചിൻ്റെ കവറിന് ഇറ്റ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദി ഈ ഫ്ലാഞ്ച് വിഡ്ത്തിനേക്കാളും എന്തായാലും കൂടുതലായിരിക്കണം. ഒന്നെങ്കിൽ നമുക്ക് ഡെപ്ത് അസ്യൂം ചെയ്യാം അല്ലെങ്കിൽ വിഡ്ത്ത് അസ്യൂം ചെയ്യാം. അപ്പോൾ ഈ കേസിൽ ഞാൻ വിഡ്ത്ത് ആണ് അസ്യൂം ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതിനേക്കാളും ഓവർലാപ്പ് ചെയ്തിരുന്നാൽ മാത്രമേ ഇതിൻ്റെ എഫക്റ്റീവ് സെക്ഷൻ വരത്തുള്ളൂ.
സോ നമുക്കറിയാം ഇവിടുത്തെ സ്റ്റീൽ ടേബിളിൽ നിന്ന് നമ്മുടെ ISMB 450യുടെ ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 150 mm ആണ്. സോ അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഇത് അസ്യൂം ചെയ്യും. സോ ബോത്ത് സൈഡ്സിൽ നമ്മൾ ഇതൊരു അസ്യൂം ചെയ്യാൻ വേണ്ടി 220 mm നമ്മൾ അസ്യൂം ചെയ്യും. ദാറ്റ് ഈസ് കാരണം ഇത് ബോത്ത് സൈഡ്സിൽ നമുക്കൊരു ഓവർലാപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ അത്രയും mm അസ്യൂം ചെയ്യും. 220 35 mm ഓൺ ബോത്ത് സൈഡ്സ്. സോ ഇതിന് പ്രത്യേകിച്ച് നോമൻക്ലേച്ചർ ഒന്നുമില്ല. സോ 200 mm അല്ലെങ്കിൽ 220 mm നമ്മൾ കാരണം നമുക്ക് ഈ ഏരിയ ഓഫ് ദി പ്ലേറ്റ് കിട്ടിയാൽ മതിയായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ഡെപ്ത് ഓഫ് പ്ലേറ്റ് സെക്ഷൻ നമുക്ക് കൊടുക്കാനും പറ്റത്തില്ല. സോ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെപ്ത്, അതായത് തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച് കവർ പ്ലേറ്റ് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതായത് യൂഷ്വലി 24 mm തിക്നെസ് ഉള്ള പ്ലേറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യും. അപ്പോൾ അതിന് മേളിൽ യൂസ് ചെയ്യുന്നത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള വാല്യൂ ആയതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ ഇതിന് വരുന്ന കവർ പ്ലേറ്റിൻ്റെ ലെന്ത് വിഡ്ത്ത് കൂട്ടിയാൽ മതിയാവും. സോ യൂഷ്വലി എന്താണ് നമുക്ക് ഏരിയ അറിയാമെങ്കിൽ നമുക്ക് ഫ്ലാഞ്ചിൻ്റെ വിഡ്ത്ത് അറിയാമെങ്കിൽ നമുക്കറിയാം തിക്നെസ് ഓഫ് ദി ഫ്ലാഞ്ച് കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ ഉണ്ട് അത് 17.6. സോ അതിനെ റൗണ്ട് ചെയ്തിട്ട് ഒരു 20 mm കവർ പ്ലേറ്റ് ഓൺ ഈച്ച് ഫ്ലാഞ്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. So thus we will provide a 220 mm cover plates over the flanges on both sides. So നമ്മൾ ഉപയോഗിക്കുന്ന കവർ പ്ലേറ്റ് ഡയമെൻഷൻ കിട്ടി, ദാറ്റ് ഈസ് 220 × 20 mm എന്നുള്ളത്. സോ നമ്മൾ കവർ പ്ലേറ്റ് ഡിസൈൻ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് എന്താണ് അതിൻ്റെ ഈ പ്രൊവൈഡഡ് എന്ന് പറയുന്നത്, അതായത് നമ്മളിപ്പോൾ ISMB 400ൻ്റെ ZPZ അറിയാം, പ്ലസ് ഈ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കവർ പ്ലേറ്റിൻ്റെ ഞങ്ങൾ സെക്ഷൻ മോഡുലസ് കണ്ടുപിടിച്ചാൽ അതാണ് നമ്മൾ കൊടുത്ത മീൻസ് പ്രൊവൈഡ് ചെയ്ത ആക്ച്വൽ സെക്ഷൻ മോഡുലസ്. നമുക്ക് റിക്വയർഡ് ചെയ്ത സെക്ഷൻ മോഡുലസ് നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയത്, ഐ മീൻ സെക്കൻഡ് സ്റ്റെപ്പിൽ നിന്ന് കിട്ടിയായിരുന്നു. ഇതാണ് നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള, അതായത് ആസ് പെർ ലോഡ് അനുസരിച്ച്. ബട്ട് വാട്ട് വി ആർ പ്രൊവൈഡഡ് എന്നുള്ളതാണ് കണ്ടുപിടിക്കുകയാണ്. സോ വാട്ട് വി ആർ പ്രൊവൈഡ് ഫോർ ISMB 400 നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ബട്ട് സോ ഫോർ പ്ലേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ പ്ലേറ്റിന് നമുക്കറിയാം ദ ഏരിയ ഓഫ് ദി പ്ലേറ്റ് ഇൻറ്റു നമ്മൾ അതിൻ്റെ ടോട്ടൽ ഡെപ്തിൻ്റെ ആ തിക്നെസ് ഓഫ് പ്ലേറ്റ് വരുന്ന ഡിസ്റ്റൻസിൻ്റെ ഹാഫ് ആയിരിക്കണം. അതിൻ്റെ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഇതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് AH² എന്ന് പറയുന്നത്. സോ ആ ഒരു ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ സെക്ഷൻ മോഡുലസ് ഓഫ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ഇക്വേഷൻ, അതായത് അതിൻ്റെ ഏരിയ ഇൻറ്റു നമ്മൾ അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസ് ആക്ട് ചെയ്യുന്ന ഇത്, അതായത് 450 എന്ന് പറയുന്നത് I സെക്ഷൻ ടോട്ടൽ ഡെപ്ത് ആണ്, പ്ലസ് 20 എന്ന് പറയുന്നത് നമ്മുടെ പ്ലേറ്റിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ അതിൻ്റെ ഹാഫ് ഡിസ്റ്റൻസിലായിരിക്കും നമ്മൾ അതിൻ്റെ ഇത് ആക്ട് ചെയ്യുന്നത്. സോ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും, പ്ലേറ്റിൻ്റെ ഇത് കിട്ടും. സോ നമുക്ക് ടോട്ടൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പ്രൊവൈഡഡ് ആയിട്ടുള്ള സെക്ഷൻ മോഡുലസ് കിട്ടുന്നത്, വിച്ച് ഈസ് 3601. അപ്പോൾ അത് എന്തായാലും നമ്മൾ 3300ക്കാളും കൂടുതലായതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിലെ സെക്ഷൻ മോഡുലസ് റിക്വയർഡ് ഉള്ളത് സാറ്റിസ്ഫൈഡ് ആവും. സോ നമ്മൾ വാട്ട് ഈസ് ദ ടോട്ടൽ ഡെപ്ത് ഓഫ് ദി ബീം സെക്ഷൻ, നമ്മൾ രണ്ട് സൈഡിലും കവർ പ്ലേറ്റ് കൊടുത്തതുകൊണ്ട് നമ്മൾ അതും ചെക്ക് ചെയ്യണം. കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ 500ൽ കൂടുതൽ കൂടാനും പാടില്ല. സോ നമ്മൾ കവർ പ്ലേറ്റ് കൊടുത്താലും ആ കവർ പ്ലേറ്റ് കൂടെ ആഡ് ചെയ്താലും എന്തായിരിക്കും സെക്ഷൻ്റെ ഡെപ്ത് 500ൽ താഴെ ആയിരിക്കണം. സോ വിച്ച് മസ്റ്റ് ബി കണ്ട ഷുഡ് നോട്ട് എക്സീഡ് 500 എന്ന് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ 20 mm സെലക്ട് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലും കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 + 20 40 mm ആവും. സോ ഇറ്റ് വിൽ ബി 490 mm വിച്ച് ഈസ് ലെസ് ദാൻ 500. ഹെൻസ് അതും സാറ്റിസ്ഫൈ ചെയ്തു. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതായിരിക്കും നമ്മൾ ആ സെക്ഷനെ ക്ലാസിഫൈ ചെയ്യണം, അതായത് ക്ലാസ് A, ക്ലാസ് B മീൻസ് പ്ലാസ്റ്റിക് ആണോ കോമ്പാക്റ്റ് ആണോ സെമി കോമ്പാക്റ്റ് ആണെന്നുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അതിന് ടേബിൾ 2 of IS 800 ഫോളോ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മൾ D എന്ന് പറയുന്ന ഡെപ്ത് കണ്ടുപിടിക്കണം, അതായത് വെബിൻ്റെ മാത്രം ഡെപ്ത് കണ്ടുപിടിക്കണം, ക്ലിയർ ഡെപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ D എന്ന് പറയുന്ന ഡെപ്ത്. സോ സിൻസ് വി ആർ യൂസിങ് എ റോൾഡ് ഓർ I സെക്ഷൻ നമ്മൾ എടുക്കേണ്ടത് ഈ B എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ സെൻറ്റർ ആയിരിക്കണം. സോ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. സോ ഹിയർ D എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റ് വിച്ച് ഈസ് 450 മൈനസ് ഈ രണ്ട് തിക്നെസ് ഓഫ് ഫ്ലാഞ്ചും കാണും, പിന്നെ രണ്ട് R1ഉം കാണും. സോ SP6 ഇത് രണ്ടും നമ്മളോട് എഴുതിയിട്ടുണ്ട്, ദാറ്റ് ഈസ് നമ്മുടെ TFഉം R1ഉം നമ്മളോട് എഴുതിയിട്ടുണ്ട്. സോ വി വിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ടിങ്, നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് 382.2 mm എന്ന് കിട്ടും. സോ നമുക്കറിയാം ഈ ടേബിൾ 2ൽ എല്ലാ ലിമിറ്റിൻ്റെ കൂടെ 9.4 × E 18.4 അങ്ങനെയായിരിക്കും തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 84 × E. സോ E എന്ന് പറയുന്നത് എപ്പോഴും റേഷ്യോ 250/Fi ആയിരിക്കും. സിൻസ് വി ആർ യൂസിങ് എ yield strength of 250 ആയതുകൊണ്ട് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് 1 തന്നെയായിരിക്കും. സോ ഔട്ട് സ്റ്റാൻഡ് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയാം റോഡ് സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് സെൻറ്ററിൽ നിന്ന് എടുക്കാൻ ഫ്ലാഞ്ചിൻ്റെ വിച്ച് ഈസ് BF/2 ആയിരിക്കും. SP6 എന്ന് നമുക്കത് 150 തന്നിട്ടുണ്ട് വിഡ്ത്ത് ഓഫ് ഫ്ലാഞ്ച്. അപ്പോൾ അതിന് ഹാഫ് എടുക്കുമ്പോൾ 75 mm എന്ന് കിട്ടും. ആൻഡ് ഓൾസോ ഫോർ റോൾഡ് സെക്ഷൻ, ഇപ്പോൾ ടേബിൾ 2ൽ പോയിട്ട് റോൾഡ് സെക്ഷൻ്റെ കേസിലുള്ള B/TFൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം, വിച്ച് ഈസ് നമുക്കിപ്പോൾ ഉള്ള സെക്ഷൻ്റെ B/TFൻ്റെ റേഷ്യോ എന്ന് വെച്ചാൽ B എന്ന് വെച്ചാൽ ഇപ്പം തൊട്ട് മുമ്പിൽ 75 എന്ന് കിട്ടി. തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് എന്ന് പറയുന്നത് നമുക്ക് SP6ന് 17.4 mm കിട്ടി. സോ ഇതിൻ്റെ റേഷ്യോ 4.31 ഉള്ളൂ, വിച്ച് ഈസ് ലെസ് ദാൻ 9.4 × E ആണ് ടേബിൾ 2ലുള്ളത്.
ടേബിൾ 2 നോക്കുമ്പോൾ അറിയാൻ പറ്റും. സോ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തുകൊണ്ട് ഞാൻ IS കോഡിൽ ടേബിൾ 2 പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ടേബിൾ 2 പോയിട്ട് ആ ഫസ്റ്റ് കോളത്തിൽ നോക്കുമ്പോൾ തന്നെ റോൾഡ് സെക്ഷൻസിൻ്റെ കേസിലുള്ള B/TF റേഷ്യോ ലെസ് ദാൻ 9.4 ആണ്. ഇനി അടുത്ത ഇതിൽ അതിന് സെക്ഷൻ 2 പോകുമ്പോൾ ആ ടേബിൾ 2 തന്നെ വെബ് ഓഫ് ദി ഐ സെക്ഷൻ്റെ റേഷ്യോ ഈ D/TW ആണ്. ഈ D എന്ന് പറയുന്നത് ഇത്. അപ്പോൾ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 40.9 വിച്ച് ഇസ് ലെസ് ദാൻ 84. അപ്പം നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ക്ലാസ് 1 എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് കുറച്ചും കൂടെ മൊമെന്റ് കപ്പാസിറ്റി കൂടുതലാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആൾസോ നമുക്ക് D/TW വാല്യൂ 40.9 വിച്ച് ഈസ് ഒബ്വിയസ്ലി ലെസ് ദാൻ 67 ആയതുകൊണ്ട് നമുക്ക് വെബിൻ്റെ ഷിയർ ബക്ലിംഗ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട, അന്ന് ഡിസൈൻ ചെക്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഉണ്ടാവത്തില്ല. അപ്പോൾ ഷിയർ ബക്ലിംഗ് ഉണ്ടാവണമെങ്കിൽ D/TW ഗ്രേറ്റർ ദാൻ 67 ആവുന്നു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റിസ്ട്രെയിനേഴ്സോ ബക്ലിംഗ് സ്റ്റിഫ്നെസ്സോ കൊടുത്താൽ മതി, വെബ് സ്റ്റിഫ്നെസ്സോ കൊടുത്താൽ മതിയാകും. സോ നമ്മളപ്പോൾ അങ്ങനെ സെക്ഷൻസ് ക്ലാസിഫൈ ചെയ്ത് കണ്ടുപിടിച്ച് വെച്ചു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ഷിയർ കപ്പാസിറ്റി ചെക്ക് ചെയ്യണം. അതായത് വെദർ നമ്മുടെ ഇതിനകത്ത് ഡെവലപ്പ് ചെയ്ത ഷിയർ നമ്മുടെ ബെൻഡിങ് മൊമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നോ ഇല്ലയോ, അതായത് ബെൻഡിങ് മൊമെന്റിന്റെ റിഡക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് ചെക്ക് ചെയ്യണം. സോ നമുക്ക് ഷിയർ ഫോഴ്സ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ചായിരുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു 300 kN നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. യെസ്, WL/2 വിച്ച് ഈസ് 300 kN. സോ നൗ ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് എ സെക്ഷൻ, അതായത് ആ സെക്ഷനുള്ള ഷിയർ കപ്പാസിറ്റി നമുക്ക് കണ്ടുപിടിക്കും. സോ ഇത് ഷിയർ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഡ്യൂ ടു ദ ലോഡ്. ആ ലോഡ് 60 kN/m എന്ന് പറയുന്നത് UDL ആക്ട് ചെയ്തിട്ടുള്ള ഇതാണ് ഷിയർ. ഇനി ആ സെക്ഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് സെക്ഷൻ 4 പോയാൽ IS 800 പോയാൽ നമുക്ക് ഈ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് IS 800 ആക്ച്വലി ഈ ഇക്വേഷൻ 2-3 സ്പ്ലിറ്റായിട്ട് എഴുതി, ഞാനത് കമ്പൈൻഡ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ. അത് VD എന്ന് വെച്ചാൽ VN/gamma m0 and VN is equal to VP which is equal to ഈ ഒരു ഇക്വേഷൻ. സോ ഇതിൽ AV എന്ന് പറയുന്നത് ഷിയർ ഏരിയ ആണ്. V എന്ന് പറയുന്നത് ഷിയറിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്, AV എന്ന് പറയുന്നത് ഷിയർ ഏരിയ ആണ്. is equal to H into TW ആണ് ഫോർ ആൻ ഐ സെക്ഷൻ. നമ്മൾ ഡിസ്കസ് H എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെപ്ത് ആയിരിക്കും, മറ്റേ ഐ സെക്ഷൻ്റെ ഡെപ്ത് ആയിരിക്കും, ഇൻറ്റു TW എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദി വെബ് ആയിരിക്കും. സോ നമ്മൾ ഏരിയ കിട്ടും. നമുക്കറിയാം FY എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷൻ്റെത് ഐ സെക്ഷൻ്റെതും പ്ലേറ്റ് സെക്ഷനും 250 ആണെന്നുള്ള അറിയാം. 9.4 എന്ന് പറയുന്നത് നമ്മുടെ ഏരിയ ആണ്, ഇത് AV ആണ്. HTW ഈ ഇക്വേഷൻ തന്നെ ഇവിടെ ഇരിക്കുന്നത് ഷിയർ ആയതുകൊണ്ട് √3 വെച്ച് ഡിവൈഡ് ചെയ്യണം, ഇൻറ്റു അതിൻ്റെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിൽ 1.1 നമ്മൾ ഷിയറിന് ഡിവൈഡ് ചെയ്യാം. FI/gamma m0 എടുക്കണം. സോ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ഷിയർ സ്ട്രെങ്ത് ഓഫ് ദി സെക്ഷൻ ദാറ്റ് ഈസ് ISMB 400 555.04 കിട്ടും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദ മാക്സിമം ഷിയർ ഫോഴ്സ്. ഹെൻസ് നമുക്ക് അറിയാൻ പറ്റും ഇത് ഷിയറിൽ ഫെയിൽ ആവത്തില്ല എന്നുള്ളത്. ഇനി ഇതിൽ ഹൈ ഷിയർ ആണോ ലോ ഷിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ 0.6 VD കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 333 പെടുത്തും. VD എന്ന് പറയുന്നത് എന്താണ്, 555 ആണ്, അതിന് 0.6 എടുക്കുമ്പോൾ 333. അതായത് ഇതെന്ന് വെച്ചാൽ എന്താ, ലോ ഷിയർ കേസ് ആണ്. അതായത് നമുക്കറിയാം V എന്ന് പറയുന്നത് 300 ആണ്. അപ്പം നമ്മുടെ വിയുടെ വാല്യൂ വിച്ച് ഈസ് ലെസ് ദാൻ 0.6 VD ആയതുകൊണ്ട് അത് ലോ ഷിയർ കേസാണ്. അപ്പം ഈ ഡെവലപ്പ് ചെയ്ത ഷിയർ കാരണം ഷിയർ കപ്പാസിറ്റി ഓഫ് ദിസ് സെക്ഷൻ ഒരിക്കലും കുറയത്തില്ല. അതായത് അതിൻ്റെ ബെൻഡിങ് മീൻസ് ഷിയർ കപ്പാസിറ്റി അല്ല, സോറി, ഈ ഷിയർ കാരണം നമ്മുടെ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി ഓഫ് ദി സെക്ഷൻ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല, അത് കുറയത്തുമില്ല. സോ ആ റിഡക്ഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലോസ് 8.2.12 MD എന്ന് പറയുന്നത് βB ഇൻറ്റു ZP/Z FI/gamma m0 അപ്ലൈ ചെയ്യാൻ പറ്റും. βB നമ്മുടെ കോഡിൽ തന്നെ പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്കിനും കോമ്പാക്ട് സെക്ഷൻസിനും 1 ആണ്. നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുക. ഇൻറ്റു ZP/Z എന്ന് പറയുന്നത് നമ്മുടെ ZP നമ്മളിവിടെ കണ്ടുപിടിച്ച പ്രൊവൈഡഡ് ZP/Z ആണ്. അതായത് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ZP/Z പ്രൊവൈഡഡ്, കാരണം അതാണ് ആക്ച്വലി വരുന്ന ZP/Z നമ്മൾ കൊടുത്ത സെക്ഷനിൽ ഇൻറ്റു FI/gamma 818 കിട്ടും 0.5 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 750. 750 എന്ന് പറഞ്ഞാൽ എന്താണ്, ദ മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഡെവലപ്ഡ്. സ്റ്റെപ്പ് 1 ചെയ്താൽ ഇതാണ് 750 kN കൂടുതലായതുകൊണ്ട് സെക്ഷന് ബെൻഡിങ് സ്ട്രെങ്ത് ഇനഫ് ഉണ്ടായിരിക്കും ഡെവലപ്പ് ചെയ്യാൻ. മാത്രമല്ല നമ്മൾ ആ കോഡിൽ തന്നെ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഡ്യൂ ടു സിൻസ് യു ആർ യൂസിങ് എ പ്ലാസ്റ്റിക് സെക്ഷൻ ദെയർ വിൽ ബി എക്സസീവ് ഡിഫ്ലക്ഷൻസ് ഓർ ഡിഫോർമേഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി സർവീസിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് ആണ് വരുന്നത്. സോ അത് must be less than or equal to 1.2. 1.2 എന്തുകൊണ്ടാണ്, അത് സിംപ്ലി സപ്പോർട്ട് കേസ് ആയതുകൊണ്ടാണ്. ഇൻറ്റു ഗാമ m0 കൂടെ ചെക്ക് ചെയ്യണം. സോ അപ്പോൾ അതിന് നമുക്ക് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആൾറെഡി കോഡിൽ തന്നിരിക്കുന്നത് എന്താണ്, ഇത് സെക്ഷൻ മോഡുലസ് തന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഈ വെബിൻ്റെയും നമ്മുടെ ഐ സെക്ഷൻ്റെയും പ്ലേറ്റിൻ്റെയും കമ്പൈൻഡ് ആയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും. സോ നമുക്ക് നമുക്കറിയാം ഐ എന്ന് പറയുന്നത് നമുക്ക് ഐ സെക്ഷൻ 450യുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിട്ടുള്ള ഐ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ,
which is 30.398.8 എന്ന് പറയുന്നത്. പക്ഷേ ഈ ഇലാസ്റ്റിക് മോഡുലസ് എന്ന് പറയുന്നത് ISMB 450 മാത്രമാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇലാസ്റ്റിക് മോഡുലസ് എന്ന് വെച്ചാൽ ഈ ഹോൾ ബിൽട്ടപ്പ് സെക്ഷൻ്റെ ഇലാസ്റ്റിക് മോഡുലസ് ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ പഠിച്ച ആ ഇക്വേഷൻസ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് നമുക്കറിയാം ഇതുപോലത്തെ ഒരു കമ്പൈൻഡ് സെക്ഷൻസിലാണെങ്കിൽ നമ്മൾ IZ which is 30390.8, അതായത് ഈ I സെക്ഷൻ്റെ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ബാക്കിയുള്ളത് AH² ആയിട്ട് എടുക്കേണ്ടി വരും. കാരണം അതൊരു എക്സ്ട്രാ ഇതായിട്ട് അത് ബോത്ത് സൈഡ്സിലുള്ളതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ റെക്ടാങ്കുലർ സെക്ഷൻ ആണല്ലോ നമ്മൾ കൊടുത്ത പ്ലേറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കൊടുത്ത പ്ലേറ്റ് റെക്ടാങ്കുലർ സെക്ഷൻ ആയതുകൊണ്ട് 220/20 എന്നിട്ട് എടുത്തത്. അപ്പോൾ അത് BH3/12 അതാണ് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി പ്ലേറ്റ് സെക്ഷൻ. പ്ലസ് ഈ പ്ലേറ്റ് സെക്ഷൻ ആക്ട് ചെയ്യുന്ന ഏരിയ അതും കൂടി ഇതിനകത്ത് വരും. കാരണം ഈ രണ്ട് പ്ലേറ്റ് സെക്ഷൻ ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ H² ആണ് നമ്മൾ ഇവിടെ എഴുതിയത്. H² എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ അതാണ് 450, ഈ ഡിസ്റ്റൻസ് 450 + 20/2 the whole square into this area. A എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്ലേറ്റിൻ്റെ ഏരിയ 220 × 20 ആയിരിക്കും. ഇതായിരിക്കും ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡ്യൂ ടു പ്ലേറ്റ് സെക്ഷൻ. സോ രണ്ട് പ്ലേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ 2 times മൾട്ടിപ്ലൈ. സോ ദിസ് ഈസ് ദ IZ of ISMB 450 + 2 times the I of plate plus AH². സോ ഇത് നമുക്ക് ഇതായിരിക്കും ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കിട്ടിയത്. നമുക്ക് സെക്ഷൻ മോഡുലസ് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് നമുക്കറിയാമല്ല, I/Y. Y എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. നമ്മൾ ഈ സെക്ഷൻ ഇത് ന്യൂട്രൽ ആക്സിസിൽ നിന്നുള്ള സെക്ഷൻ്റെ ഡെപ്ത് ആയിരിക്കും ഇത്. സോ ഇതിൻ്റെ ഹാഫ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ റെക്ടാങ്കുലർ സെക്ഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ബിയും ഡിയും ആണെങ്കിൽ ആ Y എന്തായിരിക്കും? D/2 ആയിരിക്കും. അതായത് നമ്മുടെ സെക്ഷനിൽ നിന്ന് അതിൻ്റെ നടുക്ക് വരെയുള്ള ഡിസ്റ്റൻസ്, ന്യൂട്രൽ ആക്സിസ് ഡെവലപ്പ് ചെയ്യുന്ന ഡിസ്റ്റൻസ്. I സെക്ഷൻ്റെ കേസിലും നമുക്കറിയാം ന്യൂട്രൽ ആക്സിസ് കറക്റ്റ് സെൻട്രൽ ആയിരിക്കും അറിയാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 450/2 which is 225 plus the plate depth 20. സോ നമുക്കങ്ങനെ ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കിട്ടും. ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 879.6 ആയിട്ട് കിട്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യുന്ന മൊമെന്റ് വിച്ച് ഈസ് ആൾസോ എന്താണ്? വിച്ച് ഈസ് ആൾസോ വിത്തിൻ ദ ലിമിറ്റ്സ്. അപ്പോൾ ഇത് നമുക്ക് ഡെവലപ്പ് ചെയ്ത ഇതും വിച്ച് ഈസ് ആൾസോ വിത്തിൻ ദ ലിമിറ്റ്സ് ആയതുകൊണ്ട് അവർ സെക്ഷൻ സേഫ് ആണ്. നോക്കിയാൽ മതി. അതായത് 818 എന്ന് പറയുന്നത് നമ്മുടെ വിത്തിൻ സെക്ഷൻ ലിമിറ്റ്സ് ആയതുകൊണ്ട് ഇത് ഓക്കെ ആയിരിക്കും. സോ ഇത് ഇലാസ്റ്റിക് സെക്ഷൻ മോഡുലസിൽ അതിന് സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ട് ലോഡ് റെസിസ്റ്റ്. അതായത് രണ്ട് രീതി ചിന്തിക്കുക. അതായത് ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത ഡിസൈൻ ബെൻഡിങ് മൊമെന്റ് 818 വിച്ച് ഈസ് ലെസ് ദാൻ ആൾസോ 750 ഇസ് ആൾസോ ലെസ് ദാൻ. അതായത് കാരണം MD മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഈ കിട്ടുന്ന വാല്യൂ MDയേക്കാളും കൂടുതലായിരിക്കണം. അപ്പം ഒബ്വിയസ്ലി 818 ആണ്, സോറി 818 പോയിന്റ് ഇതാണ് വിച്ച് ഈസ് ആയതുകൊണ്ട് നമ്മുടെ സെക്ഷൻസ് സേഫ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ആഫ്റ്റർ ചെക്കിംഗ് ദ ബെൻഡിങ് മൊമെന്റ് കപ്പാസിറ്റി വി ഹാവ് ടു ചെക്ക് ഫോർ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ. അതായത് സിൻസ് വി ആർ യൂസിങ് എ പ്ലാസ്റ്റിക് സെക്ഷൻ, അതായത് പ്ലാസ്റ്റിക് സെക്ഷൻ മോഡൽ സെൻസ് ചെയ്തുകൊണ്ട് അവിടെ ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം കുറച്ചും കൂടെ ലോഡ് കൂടുതലാണ് എടുക്കുന്നത്. സോ നമ്മൾക്ക് അറിയാം ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ആണെന്നുള്ളത് അറിയാം. സർവീസിബിലിറ്റി ക്രൈറ്റീരിയ ആയതുകൊണ്ട് നമ്മൾ ഫാക്ടേർഡ് ലോഡ് അല്ല എടുക്കാനുള്ള, പകരം സർവീസ് ലോഡ് എടുക്കേണ്ടത്. സോ നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തത് ഡയറക്റ്റഡ് ലോഡ് എടുക്കുക. ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ 60/1.5 ചെയ്യേണ്ടി വന്നു. എന്തുകൊണ്ടെന്നാൽ 60 എന്ന് പറയുന്നത് ഫാക്ടേർഡ് ലോഡായിട്ട് തന്നെ ക്വസ്റ്റ്യൻ തന്നുകൊണ്ടാണ്. ഇപ്പോൾ 40 kN സർവീസ് ലോഡ്. അപ്പോൾ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? IS 800 രണ്ട് കേസുണ്ട്. നമ്മൾ യൂഷ്വലി എടുക്കേണ്ടത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസാണ് സ്പാൻ L/300 ആണ് യൂഷ്വലി എടുക്കേണ്ടത്. സിംപ്ലി സപ്പോർട്ട് 250 എടുത്താലും ഇതിനേക്കാളും കൂടുതലായാലും പെർമിസിബിൾ എന്ന് പറയുന്നത്. അപ്പം L/300 എടുക്കാം വിച്ച് ഈസ് എഫക്റ്റീവ് ലെങ്ത് വിച്ച് ഈസ് ഈക്വൽ 10 മീറ്റർ. അതിന് mm കൺവേർട്ട് ചെയ്തു 10⁻³ വെച്ച് /300 33.33. 33.33 mm വരെ പെർമിസിബിൾ ഡിഫ്ലക്ഷൻ അലൗഡ് ആണ്. ഈ യൂണിറ്റ് എന്ന് വെച്ചാൽ mm ആണ്. ബട്ട് വാട്ട് ഈസ് എ മാക്സിമം ഡിഫ്ലക്ഷൻ ഫോർ സിംപ്ലി സപ്പോർട്ടഡ് കേസ് സബ്ജക്റ്റ് ടു UDL എന്ന് പറയുന്നത് 5W L⁻⁴/384 EI. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നേരത്തെ കണ്ടുപിടിച്ച മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ടോട്ടൽ ബിൽട്ടപ്പ് സെക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 32.95 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 33.3. ഹെൻസ് നമ്മുടെ സെക്ഷൻ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയാസും സർവീസിബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. സോ നമ്മളിപ്പോൾ ആസ് പെർ ബേസിക് സ്റ്റെപ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതായത് ഫസ്റ്റ് ബെൻഡിങ് മൊമെന്റ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. സെക്കൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഇലാസ്റ്റിക് സെക്ഷൻ മോഡ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സെക്ഷൻ മോഡുലസ് കണ്ടുപിടിച്ചു. അതിൽ നിന്ന് നമ്മൾ ഏത് സെക്ഷൻ ആണെന്നുള്ളത് ക്ലാസിഫൈ ചെയ്ത് വെക്കും. അതായത് പ്ലാസ്റ്റിക് ആണോ സെമി കോമ്പാക്റ്റ് ആണോ എന്നുള്ള സെക്ഷൻ ക്ലാസ് ചെയ്യും. സോ മെയിൻലി ഈ രണ്ടാമത് വരുന്ന സ്റ്റെപ്പ് എന്ന് വെച്ചാൽ മെയിൻലി അതെന്ന് വെച്ചാൽ ലോക്കൽ ഫ്ലാഞ്ച് ബക്ലിംഗ് എന്ന് പറഞ്ഞൊരു സെക്കൻഡറി ക്രൈറ്റീരിയ ഉണ്ട് ഡിസൈൻ ഓഫ് ബീംസിൽ വരുന്ന സെക്കൻഡറി ക്രൈറ്റീരിയ, അതായത് സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയയിൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പം നമ്മുടെ കേസിൽ നമ്മൾ നോക്കാം B/TF റേഷ്യോ പ്ലാസ്റ്റിക്
കോമ്പാക്ട് സെമി കോമ്പാക്റ്റ് മൂവ് ചെയ്യുന്നതോറും ഇൻക്രീസ് ചെയ്യും. അപ്പം അതായത് B/TF റേഷ്യോ ഇൻക്രീസ്, അതിൻ്റെ അർത്ഥം ബിയുടെ വാല്യൂ കൂടി വരുന്നതോറും അവിടെ ലോക്കൽ ഫ്ലാഞ്ച് ബക്ലിംഗ് ഉണ്ടാവാനുള്ള ടെൻഡൻസി കൂടി വരികയാണ് ചെയ്യുന്നത്. സോ നമ്മൾ ബൈ ടേക്കിംഗ് പ്ലാസ്റ്റിക് സെക്ഷൻ വി ആർ എന്ത് പറ്റും, പ്രിവെൻറ്റിങ് ദ ലോക്കൽ ഫ്ലാഞ്ച് ബക്ലിംഗ് ആക്ച്വലി പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ചെക്ക് നടത്തേണ്ട ആവശ്യം വരത്തില്ല. ബട്ട് ഇഫ് ഇൻ ക്വസ്റ്റ്യനിൽ ഇൻ കേസ് ഒരു വെബ് ബിയറിംഗ് പ്ലേറ്റ് അസ്യൂം ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വെബ് ബിയറിംഗ് അല്ലെങ്കിൽ വെബ് ക്രിപ്ലിംഗ് ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഉള്ള സ്റ്റെബിലിറ്റി ക്രൈറ്റീരിയ, അതായത് ഇപ്പോൾ നമ്മൾ ഫെയിലിയേഴ്സ് ഓഫ് ബീമിൽ ഇതുപോലെ മൊമെൻറ്റ് ഫെയിലിയർ, ഷിയർ ഫെയിലിയർ പഠിച്ചിട്ട് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന ഫെയിലിയർ ആണ് ഇതുപോലെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഫെയിലിയർ, അതായത് ഒരു ഐ സെക്ഷൻ്റെ ഒരു പാർട്ടിൽ മാത്രം ഉണ്ടാകുന്ന ഫെയിലിയർ ആണ്. അതായത് ഫോർ എക്സാമ്പിൾ ഐ സെക്ഷൻ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇതുപോലെ ഒരു R1 എന്ന് പറഞ്ഞൊരു വാല്യൂ കാണും, അപ്പോൾ ഇത് കാണും. സോ നമുക്ക് ഈ കാണുന്ന ഈ പോർഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, ഇതെന്ന് വെച്ചാൽ ഇത് ഫില്ലറ്റ് എന്ന് പറയുന്നത്, ഇത് ടോ ഓഫ് ഫില്ലറ്റ് എന്ന് പറയും അല്ലേ, ടോ ഓഫ് ഫില്ലറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു പോർഷനിൽ ബിയറിംഗ് ലോഡ് കാരണം ഇതുപോലെ ജസ്റ്റ് ചെറിയൊരു പോർഷൻ വെബ് മാത്രം ഇത് കണക്ക് ബക്കിളാവും, അതായത് ഈ ഒരു ഷേപ്പിലാവും. ഇതുപോലെ ഐ സെക്ഷൻസ് ഞാനിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ബക്ലിംഗ് ഉണ്ടാവും ബിയറിംഗ് ലോഡ് കാരണം. നമുക്കറിയാം ബിയറിംഗ് ലോഡ് എന്ന് പറയുന്നത് യൂഷ്വലി സപ്പോർട്ടിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ ഇത് കണക്ക് ബിയറിംഗ് ലോഡ് പോലത്തെ ലോഡ് ആക്ട് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. അതായത് ആ ലോഡ് കാരണം എന്ത് പറ്റും, വെബ് ജസ്റ്റ് ഒന്ന് ലോക്കലായിട്ട്, അതായത് ആ ഫുൾ വെബ് ബക്കിൾ ചെയ്യാതെ വെബിൻ്റെ ഒരു ചെറിയൊരു പോർഷനായിട്ട് ബക്കിൾ, അതിനോടാണ് നമ്മൾ ലോക്കൽ ബക്ലിംഗ് അല്ലെങ്കിൽ ലോക്കൽ ക്രിപ്ലിംഗ് എന്നൊക്കെ പറയുന്നത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫെയിലിയറിനെ പറയുന്നവരാണ്. സോ അത് ബിയറിംഗ് സ്ട്രെസ് ആണ്, യൂഷ്വലി ബിയറിംഗ് സ്ട്രെസ് മൂലമാണ് ഉണ്ടാകുന്നത്. അതായത് രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽ തമ്മിൽ കോൺടാക്ട് വരുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനാണ് ബിയറിംഗ് സ്ട്രെസ്. അതൊരു ലാറ്ററൽ മീൻസ് നോർമൽ സ്ട്രെസ് ആണ്, കംപ്രസീവ് ടെൻഷൻ ആവാം. അപ്പം അങ്ങനെ ഒരു ബിയറിംഗ് സ്ട്രെസ് വരുമ്പോഴാണ് ഈ വെബ് ക്രിപ്ലിംഗ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഇതുണ്ടാകും. സോ അതിനു വേണ്ടി ആണ് നമ്മൾ വെബ് ബിയറിംഗ് ചെക്ക് നടത്തുന്നത്. ഇവിടെ അസ്യൂം ചെയ്യാൻ പറയുന്നുണ്ട്, ബിയറിംഗ് എന്ന് പറയുന്നത് 75 mm നമുക്ക് അസ്യൂം പറയുന്നുണ്ട്. അപ്പോൾ 75 mm ആയിരിക്കണം ആ ബിയറിംഗിൻ്റെ എന്ന് പറയും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെക്ക് ചെയ്യണം വെദർ അവിടെ ഒരു ബിയറിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ നമുക്ക് ഇനി ലോക്കൽ ബക്ലിങ്സിൻ്റെ ഫാക്ടേഴ്സ് ചെക്ക്, അതിൽ വെബ് ബക്ലിങ്ങിൻ്റെ കേസ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. വെബ് ബക്ലിംഗ് ഓൾറെഡി നമ്മൾ സെക്ഷൻ്റെ പ്ലാസ്റ്റിക് സെക്ഷൻ പറഞ്ഞപ്പോഴേ സെക്ഷൻ ക്ലാസിഫിക്കേഷനിൽ TWSS കൊണ്ട് വെബ് ബക്ലിംഗ് അല്ലെങ്കിൽ ഷിയർ ബക്ലിംഗ് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് അസ്യൂം എൻഡ് സ്റ്റിഫ് ബിയറിംഗ് 75 mm. സോ 75 mm ഉള്ളൊരു സ്റ്റിഫ് ബിയറിംഗ് എൻഡിൽ ഈ നമ്മുടെ ടോട്ടൽ ബിൽട്ടപ്പ് സെക്ഷൻ, ബിൽട്ടപ്പ് അല്ല കോമ്പൗണ്ട് സെക്ഷനിൽ, പ്ലേറ്റ് സെക്ഷൻ ഐ സെക്ഷനിൽ ഒരു ചെറിയൊരു ബിയറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. സ്റ്റിഫ് ബിയറിംഗ് എന്നുള്ളൊരു ബിയറിംഗ് ഫോഴ്സ് റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം നമ്മുടെ വെബിന് വേണ്ടി. സോ അതിൻ്റെ സൈസ് 75 mm തന്നിട്ടുണ്ട്. സോ ഇതൊരു ഫിഗർ റെപ്രസെന്റ് ചെയ്തിട്ട് ഫിഗർ ആണ്. സോ ദർ ഇസ് 75 mm വിഡ്ത്ത് ഉള്ളൊരു എൻഡ് സ്റ്റിഫ് ബിയറിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊരു ബിയറിംഗ് സ്ട്രെസ് ഈ നമ്മുടെ ഈ സെക്ഷനിലേക്ക് ആക്ട് ചെയ്യും. സോ നമ്മുടെ ഈ വെബ് ഈ ബിയറിംഗ് സ്ട്രെസ്സിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെബിന്റെ ക്രിപ്ലിംഗ് എഫക്റ്റ് ഇവിടെ ഉണ്ടാകും. ഇതുപോലെ ഇപ്പം സഫിഷ്യൻ്റായിട്ട് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാകും. സോ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും, സോ ബിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സം കൈൻഡ് ഓഫ് ഏരിയ ഇൻറ്റു ബിയറിംഗ് സ്ട്രെസ് ആയിരിക്കും. ബിയറിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഈൽഡ് സ്ട്രെസ് ഡിവൈഡ് ബൈ ഗാമ MC, ദാറ്റ് ഈസ് 1.1 ആയിരിക്കും നമ്മുടെ ആക്ടിങ് സ്ട്രെസ്. സ്ട്രെസ് ഇൻറ്റു സം ഏരിയ. സോ ആ ബിയറിംഗ് ഏരിയ നമുക്ക് മെയിനായിട്ട് കാണും. സോ സിൻസ് അതൊരു എൻഡ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നോക്കും. സോ ഹൗ ദിസ് ബിയറിംഗ് ഫോഴ്സ് ഇസ് ബീങ് ഡിസ്ട്രിബ്യൂട്ടഡ് ടുവർഡ് ദ സെക്ഷൻ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്ന ഈ സെക്ഷന്റെ ഈ ഒരു N1 വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ ഡിസ്പെർഷൻ രീതി, അതായത് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ സ്ലോപ്പ് നമ്മൾ ഈ ലൈനാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഫ്രം ബിയറിംഗ് പ്ലേറ്റിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ടുള്ള ഈ സ്ലോപ്പാണ്. ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് 2.5:1 ആണ് സ്ലോപ്പ്, ബിയറിംഗ് ഫോഴ്സ് ആക്ടിങ് സ്ലോപ്പ്. സോ അതുകൊണ്ട് നമുക്ക് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസിന്റെ 2.5 ടൈംസ് ആയിരിക്കും. സോ ആ സ്ലോപ്പ് അങ്ങനെ കിടക്കുന്നുണ്ട്. സോ വാട്ട് ഈസ് ദിസ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബിയറിംഗ് സ്റ്റിഫ് പ്ലേറ്റിലുള്ള നമ്മുടെ കവർ പ്ലേറ്റിന്റെ തിക്നെസ് പ്ലസ് നമ്മൾ എന്താ ഡിസ്റ്റൻസ്, തിക്നെസ് ഓഫ് ഫ്ലാഞ്ച് പ്ലസ് ദെൻ വി ഹാവ് ദിസ് R1 വാല്യൂ, ഈ R1. സോ ഇവിടെ എന്തൊക്കെ വാല്യൂസ് ഉണ്ട്, വി ഹാവ് ദി തിക്നെസ് ഓഫ് ദി flange plate, that is cover plate, then we have the thickness of the flange of I section,
then we have the R1 value. ഇപ്പോൾ ഇത്രയും ഹൈറ്റിന്റെ 2.5 ടൈംസിലായിരിക്കും ഈ ലോഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. സോ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? ആൾറെഡി ബിയറിംഗ് പ്ലേറ്റ് തിക്നെസ് ആയിരിക്കും. സോ ഈ ഇക്വേഷനിൽ ആക്ച്വലി ഇവിടെ കൊടുത്തിരിക്കുന്ന ബി പ്ലസ് എൻ വൺ ഇൻറ്റു ടി ഡബ്ല്യു ആണ് നമ്മുടെ ടോട്ടൽ ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത്. സോ ബിയറിംഗ് ഏരിയ എന്ന് പറയുന്നത് ബി പ്ലസ് എൻ വൺ ഇൻറ്റു നമ്മുടെ ടി ഡബ്ല്യു. ദാറ്റ് ഈസ് ദ തിക്നെസ് ഓഫ് ദി വെബ്. ആ വെബിലോട്ടാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ ബി ദെൻ തിക്നെസ് ബിയറിംഗ് 75? വാട്ട് ഈസ് എൻ വൺ? സോ എൻ വൺ എന്ന് പറയുന്നത് ഈ 2.5:1 റേഷ്യോയിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇറ്റ് വിൽ ബി ഈക്വൽ ടു thickness of the flange plus R1 plus thickness of power plate in 2.5 times ആയിരിക്കും. Is equal to 2.5 into 17.4 plus 15 plus 20 is equal to 131 എന്ന് പറയും. So total area എന്ന് പറയുന്നത് ഈ 75 plus 131 ആയിരിക്കും. Acting on the thickness of the web which is 9.4 ആയിരിക്കും. ഇതിൻ്റെ നമ്മൾ ബിയറിംഗ് സ്ട്രെസ്, ദാറ്റ് ഈസ് വെബിലുള്ള സ്ട്രെസ് എന്ന് വെച്ചാൽ ടോട്ടൽ ഐ സെക്ഷന്റെ സ്ട്രെസ് ഈക്വൽ ആയതുകൊണ്ട് FIW ഡിവൈഡ് ബൈ 1.19. നമ്മൾ എല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതെന്താണ് നമ്മുടെ ബിയറിംഗ് ഏരിയ ആണ്. ഇൻറ്റു സ്ട്രെസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ ബിയറിംഗ് സ്ട്രെങ്ത് കിട്ടും. ദാറ്റ് ഈസ് സ്ട്രെസ് ഇൻ ഏരിയ ഫോഴ്സ്, ദാറ്റ് ഈസ് ബിയറിംഗ് സ്ട്രെങ്ത് ആണ് ഈ കേസ്, വിച്ച് ഈസ് 440 ഇസ് വെരി ഗ്രേറ്റർ ദാൻ 300 kN. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് 300 kN ആയിരിക്കും. ആ ഷിയർ ഫോഴ്സ് ആണ് ഈ വെബിലോട്ട് ബിയറിംഗ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അത് അതായത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി സെക്ഷൻ വരുമ്പം ആ ഷിയർ ഫോഴ്സ് ബിയറിംഗ് സ്ട്രെസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ടുവേർഡ്സ് മിഡിൽ അത് ഷിയർ ആയിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടാണ് നമ്മൾ വെബിൽ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് വാല്യൂ 440 എന്ന് പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 300 വിച്ച് ഈസ് സേഫ് ആയിരിക്കും. സോ നമ്മളുടെ സെക്ഷന് ഈ ബിയറിംഗ് സ്ട്രെങ്ത് റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ മനസ്സിലായി. സോ അത് സേഫ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. സോ നൗ നമ്മൾ ഈ IS 800 2007 ക്ലോസ് 8.75 പോയാൽ ഈ ബിയറിംഗ് സ്റ്റിഫ്നെസ്സിൻ്റെ കണ്ടീഷൻ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ബിയറിംഗ് സ്റ്റിഫ്നെസ്, അതായത് ബിയറിംഗ് സ്റ്റിഫ്നെസ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ വെബ്സ് വിത്ത് ഫോഴ്സസ് അപ്ലൈ ത്രൂ എ ഫ്ലാഞ്ച് ബൈ ലോഡ്സ് ഓർ റിയാക്ഷൻ എക്സീഡിംഗ് ദി ലോക്കൽ കപ്പാസിറ്റി ഓഫ് ദി വെബ്. സോ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് FW എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ട് ബിയറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് B1 plus N2 ഇൻറ്റു TW ഇൻറ്റു FI7 കാണിച്ചത്. നമ്മുടെ കേസിൽ നമ്മൾ എഴുതിയത് B plus N1 എന്നാണ് ഇൻറ്റു TW എന്നാണ് എഴുതിയത്. സോ സെയിം നൊട്ടേഷൻ തന്നെയാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. ബിയറിംഗ് B1 എന്ന് പറയുന്നത് സ്റ്റിഫ് ബിയറിംഗ് ലെന്ത് ആണ്, വിച്ച് 75 mm നമ്മുടെ ക്വസ്റ്റ്യൻ്റെ കേസിൽ. N2 ഈസ് ദ ലെങ്ത് ഒബ്റ്റെയിൻ ബൈ ഡിസ്പേർഷൻ ത്രൂ ദി ഫ്ലാഞ്ച് ടു ദ വെബ് ജംഗ്ഷൻ അറ്റ് എ സ്ലോ 1:2.5. അതുകൊണ്ടാണ് നമുക്ക് ആ ഡിസ്റ്റൻസിൻ്റെ 2.5 ഇൻറ്റു TF പ്ലസ് R1 എന്ന് വന്നത്. ഓക്കെ, ആ ഡിസ്റ്റൻസ് വന്നത് ത്രൂ ദി ഫ്ലാഞ്ച് ടു ദ വെബ് ആണ്. ഫ്ലാഞ്ച് എന്ന് പറയുന്നത് ഐ സെക്ഷൻ ഫ്ലാഞ്ച് ടു ദ വെബ് ജംഗ്ഷൻ, നമ്മുടെ കേസിൽ ടോ ഓഫ് ദി ഫില്ലറ്റ് ആയിരിക്കും. TW എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് വെബും, മറ്റേതെന്ന് വെച്ചാൽ ഈൽഡ് സ്ട്രെസ് ഓഫ് ദി വെബ് ആണ്. അതാണ് നമ്മൾ FYW എന്ന് പറയുന്നത്. സിൻസ് നമ്മൾ യൂസ് ചെയ്തത് ഐ സെക്ഷൻ ത്രൂ ഔട്ട് ഫുൾ മെറ്റീരിയലും 250 ആയതുകൊണ്ട് നമുക്ക് ഇത് അസ്യൂം ചെയ്യാം. സോ ഈ ഇക്വേഷൻ നമുക്ക് ചെക്ക് ചെയ്യുന്നത് ക്ലോസ് പറയുന്നത് 8.7.4 സോ 8.74 ക്ലോസ് നോക്കിയാൽ നമുക്ക് ചെക്ക് ഫോർ എൻഡ് ബിയറിംഗ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കണം 8.7.4 ക്ലോസും കൂടെ ചെക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതുകൊണ്ട്. സോ ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത 2.5 ഡിസ്പേർഷൻ ലൈൻ വരുന്നത് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്തായിരുന്നു. ദാറ്റ് ഈസ് നമ്മൾ ഫസ്റ്റ് വി ഹാവ് ഡിസൈൻഡ് an I section with a cover plate for carrying a factor load of 60 kN for FT span of 10 meter, and also we have, since നമ്മുടെ ക്വസ്റ്റ്യനിൽ സ്റ്റിഫ് ആൻഡ് ബിയറിംഗ് തന്നുകൊണ്ട് ആ ബിയറിംഗിൻ്റെ ഇതും കൂടെ നമ്മൾ ചെക്ക് ചെയ്ത് നിർത്തിയെന്നേ ഉള്ളൂ.